So hello friends, once again welcome back friends. അപ്പോൾ നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പയനിയറിൻ്റെ tsw1202s4 എന്ന് പറയുന്ന സബ്വൂഫറാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊട്ട് ബെല്ലൈക്കനുണ്ട്, ആ മണി അയച്ച് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സബ്വൂഫർ എന്ന് പറയുന്നത്. ഇത് പയനിയറിൻ്റെ ചാമ്പ്യൻ സീരീസിൽ വരുന്ന tsw1202s4 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അതായത് മുന്നേ നമ്മൾ 1212s4ൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ രണ്ട് സബ്വൂഫറും ഡ്യുവൽ വോയിസ് കോയിലും വരുന്നുണ്ട്, സിംഗിൾ വോയിസ് കോയിലും വരുന്നുണ്ട്. പക്ഷേ ഇത് സിംഗിൾ വോയിസ് കോയിൽ സബ്ബാണ്. അതായത് 1202s4ഉം അതുപോലെ തന്നെ 1212s4. കാരണം ഒരേപോലെ ഇരിക്കുന്ന സബ്വൂഫേഴ്സാണ് രണ്ടും, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്, പ്രൈസിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു പാക്കേജിലായിട്ടാണ് ഈ ഒരു ചാമ്പ്യൻ സീരീസ് സബ്വൂഫേഴ്സ് എല്ലാം തന്നെ വരുന്നത്. ഒരു റെഡ് കളർ പാക്കേജിൽ നല്ല ക്വാളിറ്റി പാക്കേജിംഗ് ആണ്. നമുക്കവിടെ പയനിയറിൻ്റെ എംബ്ലോക്ക് കാണാം, അതുപോലെ തന്നെ ആ ഒരു ഹോളോഗ്രാം കാണാം. പയനിയർ ഒറിജിനലിനകത്ത് ഒരു ഹോളോഗ്രാം വരും. പയനിയർ തൊട്ട് മുന്നേ ഇറക്കിയിരുന്ന 1211 D4 അല്ലെങ്കിൽ 1211 S4 എന്ന് പറയുന്ന മോഡലിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാണ് അവർ 1212 S4ഉം 1202 S4 ഒക്കെ ഇറക്കിയിരിക്കുന്നത്. അതവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. ചാമ്പ്യൻ സീരീസ് ആണ്, ഡിസൈൻ ഫോർ ലൗഡ് ആൻഡ് പവർഫുൾ ബാസ്. അതാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ലൗഡർ ആയിട്ടുണ്ട് ഈ സബ്വൂഫേഴ്സ്. നേരത്തെ വന്നിരുന്ന സബ്വൂഫേഴ്സ് കുറച്ച് ലൗഡ്നെസ് വളരെ കുറവായിരുന്നു. നമ്മളൊക്കെ ആ ഒരു 400 അല്ലെങ്കിൽ 500 വാട്ട് RMS ഒക്കെ പറയുന്ന സബ്വൂഫേഴ്സ് എല്ലാം അധികം ലൗഡാണോ എന്ന് തോന്നിയാൽ നമുക്ക് അത്രയും വാട്ട്സ് കൊടുത്താലും ഒട്ടും ലൗഡ്നെസ് ഇല്ലാത്ത രീതിയിലൊരു പ്രശ്നം ഈ പയനിയറിനുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. അത് 1211 D4 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമ്മൾ 1212 S4 അല്ലെങ്കിൽ D4 ഒരെണ്ണം കൊണ്ട് നമ്മൾ വെച്ച് കേൾപ്പിച്ചു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഡിഫറൻസ് മനസ്സിലാവും. സോ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ പയനിയർ പുതിയ സബ്വൂഫേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ 6190 ഇതിനകത്ത് MRP വരെ കൊടുത്തിരിക്കുന്നത്. മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. ഈ ഒരു സബ്വൂഫറിന് നമ്മൾ ചെയ്തെടുക്കേണ്ട എൻക്ലോഷറുണ്ട്, പല ടൈപ്പ് എൻക്ലോഷറുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം എത്ര ലിറ്റർ വേണം, അതുപോലെ തന്നെ വോളിയം, ബോക്സിൻ്റെ വോളിയം, മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഓരോ പീസിൻ്റെയും ലെങ്ത്തും ബ്രെഡ്ത്തും അടക്കം ഇതിനകത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്കത് കട്ട് ചെയ്ത് ഒരു എൻക്ലോഷർ ആക്കി എടുക്കാം. ഇതിനകത്ത് ഇപ്പം പോർട്ടഡിൻ്റെയും സീൽഡിൻ്റെയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ TS പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഈ ഒരു സ്പീക്കറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 30 cm ആണ്. അത് 12 ഇഞ്ചാണ്. കണ്ടിന്യൂസ് RMS അല്ലെങ്കിൽ കണ്ടിന്യൂസ് പവർ ഹാൻഡ്ലിംഗ് പവർ എന്ന് പറയുന്നത് RMS വാട്ടേജ് 400 വാട്ടാണ്. അതുപോലെ തന്നെ മാക്സിമം മ്യൂസിക്കൽ പവർ എന്ന് പറയുന്നത് 1500 വാട്ടാണ്. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് 90 dB ആണ്. 1 watt per 1 meter എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കാറിനകത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇതിൽ ചേഞ്ച് വന്നിരിക്കുന്നത്. 22 Hz to 1.6 kHz വരെയുള്ള ഒരു ഫ്രീക്വൻസി ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യും. അതായത് ഒരു സബ്വൂഫറിന് വേണ്ടുന്ന ഫ്രീക്വൻസി മാത്രമല്ല, കുറച്ച് മുകളിലോട്ടുള്ള ഫ്രീക്വൻസിയിൽ അത് എടുക്കും. സോ ആ ഒരു ഇതാണ് ഇതിനെ കുറച്ചുകൂടെ ലൗഡറാക്കി മാറ്റിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം പഴയ സബ്വൂഫേഴ്സ് ഒരു 20 Hz to 120 Hz വരെയൊക്കെ എടുക്കത്തുള്ളായിരുന്നു. പക്ഷേ ഇതങ്ങനെ ഇത് കുറച്ചും കൂടെ ലൗഡറായിട്ട് കേൾപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിപ്പോൾ സിംഗിൾ വോയിസ് കോയിൽ സബ്വൂഫർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നോമിനൽ ഇംപെഡൻസ് 4 ohms ആണ്. ഡ്യുവൽ വോയിസ് കോയിലേക്ക് പോകുമ്പോഴത്തേക്ക് 2 4 ohms വരും. അതൊന്നെങ്കിൽ നമുക്ക് 8 ohms ആക്കി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ohms ആക്കി യൂസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഇത് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കുറച്ച് പേപ്പർ വർക്കുകളൊക്കെ കിട്ടും. ഇതിൻ്റെ വാറണ്ടി കാർഡാണ്, ഒരു ബാർകോഡ്. സബ്വൂഫറിൻ്റെ മുകളിലുള്ള അതേ ബാർകോഡ് തന്നെ കോപ്പി ചെയ്തതിനകത്ത് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ സെയിം ആണോ നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഒറിജിനലിനകത്ത് ഉറപ്പായിട്ട് നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടും. അതുപോലെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ്. മറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇൻ്റർനാഷണൽ മോഡലിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് റീജിയനിൽ കിട്ടുന്ന മോഡലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബോക്സുകൾ ചെയ്തെടുക്കേണ്ട ആ ഒരു അളവും കാര്യങ്ങളും, അതുപോലെ തന്നെ TS പാരാമീറ്റേഴ്സും, കട്ടിങ്ങിനുള്ള എത്ര റൗണ്ട് നമ്മൾ കട്ട് ചെയ്യണം, അതിൻ്റെ കറക്റ്റ് അളവുകൾ, മറ്റ് കാര്യങ്ങൾ ഫുള്ളും ഡീറ്റെയിൽസ് അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്വൂഫേഴ്സിൻ്റെ സീരീസ് കണക്ഷൻ, പാരലൽ കണക്ഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എല്ലാം 2-3 ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഏതാണെന്നോ അതിൽ വായിച്ച് മനസ്സിലാക്കി എടുക്കുക. സോ അത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് വായിച്ച് നോക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അടുത്തായിട്ട് നമുക്ക് ഈ സബ്വൂഫറിന് പുറത്തെടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനൊന്ന് പരിചയപ്പെടാം. അതിന് മുന്നോട്ടായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇവരുടെ പാക്കേജ് എന്ന് പറയുന്നത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. കാര്യം JBLൻ്റെ സബ്വൂഫർ വരുന്ന ഒരു പാക്കേജിനെക്കാട്ടിലും വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു പാക്കേജാണ്. നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ പോലും പ്രത്യേകിച്ച് സബിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറ്റത്തില്ല. നല്ല രീതിയിലുള്ളൊരു തെർമോക്കോൾ പാക്കേജിനകത്ത് തന്നെയാണ് ഈ ഒരു സബ്വൂഫറും വരുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും TSW1211 D4 അതുപോലെ തന്നെ 1212 S4 അനുസ്മരിപ്പിക്കും വിധം അതേ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു സബ്വൂഫർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേ സീരീസ് തന്നെ, ചാമ്പ്യൻ സീരീസ് ആണ്. അതുപോലെ ഡയഫ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹണി കോംബ് പാറ്റേൺ 1212 S4 വന്നിരിക്കുന്ന അതേ സെയിം കണക്കുള്ള ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. 4 ohm SVC ചാമ്പ്യൻ സീരീസ് ആണ്. 1202 S4 400 വാട്ട് RMS 1500 വാട്ട് പീക്ക്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ സബ് എന്നെടുത്ത് ഡീറ്റെയിലായിട്ട് നോക്കാം.
tsw1202s4 ഒരു മിനി വേർഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുഞ്ഞനുജരെന്ന് നമുക്ക് വേണമെങ്കിൽ ഓമന പേരിട്ട് വിളിക്കാം ഈ ഒരു സബ്വൂഫറിനെ. കാര്യം അതേപോലെ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന ഒരു സബ്വൂഫറാണിത്. കുറച്ച് പ്രൈസ് കുറവാണ്. അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആ സബ്വൂഫർ ആണോ ഇതെന്ന് തെറ്റിദ്ധരിച്ച് പോകും. കാര്യം അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഈ ഒരു സബ്വൂഫർ. അതേ ഹണി കൗം പാറ്റേൺ ഡിസൈൻ, അതേ എഡ്ജസ്, അതേപോലത്തുള്ള എല്ലാം അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത് തമ്മിൽ മാറിപ്പോവും. ആ എഴുത്തിനകത്ത് ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ മറ്റേതിനകത്ത് വേറൊരു രീതിയിലാണ് അതിനകത്ത് ഈ ഒരു പ്രിൻറ്റിംഗ് ഒക്കെ വന്നേക്കുന്നതെന്ന് ഒഴിച്ച് നിർത്തിയാൽ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിനകത്ത് ഈ ഒരു എഡ്ജസ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ആ ഒരു ഗ്രില്ലെന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രില്ലെന്ന് പറയാം, അത് മറ്റേ 12S4 നമുക്ക് ഡിറ്റാച്ചബിൾ അല്ല. ഇതിനകത്ത് നമുക്ക് ഊരിയെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സ്ക്രൂ ചെയ്ത് മുറുക്കാം. അല്ലെങ്കിൽ അതുകൂടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രൂ ഉണ്ട്, അത് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതാണ്. വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സബ്വൂഫറാണത്. നമുക്ക് ഗ്ലൂവോ കാര്യങ്ങളൊന്നും പുറത്ത് കാണാൻ പറ്റത്തില്ല. എഡ്ജിലേക്ക് നോക്കുകയാണെങ്കിൽ ആ റബ്ബർ ഫിനിഷ്ഡ് വരുന്ന ഒരു എഡ്ജാണ്. ആ 12S4 കിട്ടുന്ന അതേപോലത്തുള്ള ഒരു റബ്ബറൈസ്ഡ് എഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 3D പയനിയറിൻ്റെ പ്രിൻറ്റിംഗ് ഉണ്ട്. 12S4 ചാമ്പ്യൻ സീരീസ് എന്ന് എഴുതിയിരുന്നത് റെഡ് കളറിലാണ്. ഇതിനകത്ത് വൈറ്റ് കളറിൽ തരാണ് ചാമ്പ്യൻ സീരീസ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് മാത്രമാണ് നമുക്ക് ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സബ്വൂഫറിൻ്റെ ബാക്ക് ആ ഒരു മാഗ്നറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതും മാഗ്നറ്റിന് കവർ ചെയ്താണ് വരുന്നത്. നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പ്രിൻറ്റിംഗ് ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ചാമ്പ്യൻ സീരീസ് നേരത്തെ പറഞ്ഞാൽ എല്ലാം വൈറ്റ് കളറിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സബിൻ്റെ ബാക്ക് സൈഡിലെ മാഗ്നറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് കുറേ കൂടെ ബൾക്കി ആയിരുന്നു. ഇത് കുറച്ച് ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ഇത് 400 വാട്ട് സബ്ബാണ്, മറ്റേത് 500 വാട്ട് സബ്ബാണ്. ഈ ഒരു ഡിഫറൻസാണ് ഈ സബിനെ വ്യത്യാസപ്പെടുത്തുന്നത്. 500 വാട്ട് വേണ്ടുന്നവർക്ക് അത് മേടിക്കാം, 400 വാട്ട് വേണ്ടുന്നവർക്ക് ഇത് മേടിക്കാം. ബാക്ക് ഹോളെല്ലാം സീൽഡാണ്. ഇതൊരു പ്ലാസ്റ്റിക് അടപ്പാണ്, വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. കാര്യം 1211 D4ൻ്റെ ആ ഒരു ക്വാളിറ്റി 12S4 ഇല്ല അതിൻ്റെ ബാക്കിലെ അടപ്പിനൊന്നും. അപ്പോൾ ആ ഒരു മാഗ്നറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കവർ ഇട്ടേക്കെന്ന് പറഞ്ഞാലും ഒരു വട്ടം തറ വേണേൽ അത് തന്നെ പൊട്ടിപ്പോകും. കാര്യം വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബൈൻ പോസ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നവർ. ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് സബ്വൂഫേഴ്സ് അണ്ടർ 5000 റുപ്പീസ് അല്ലെങ്കിൽ 5000 രൂപയ്ക്ക് അകത്ത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സബ്വൂഫറാണിത്. ഇപ്പോൾ JBLൻ്റെ ഒറിജിനലിനൊക്കെ പ്രൈസ് ഹൈക്ക് ചെയ്ത് 5 രൂപയ്ക്കൊക്കെ മുകളിൽ പോയിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടെ വാട്ട്സ് കൂടിയ നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു സബ്വൂഫർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. പക്ഷേ ഇതിന് ആമ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല വാട്ട്സുള്ള ആമ്പ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. JBL റൺ ചെയ്യുന്ന ആമ്പിലൊന്നും ഇത് ഓടത്തില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. വളരെ നല്ലൊരു സബ്വൂഫറാണ്, മേടിച്ച് ട്രൈ ചെയ്യുക, നല്ല ക്വാളിറ്റിയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശം ടെക്നിക്കൽ എവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.